ബോബി അച്ഛൻ്റെ ഇൻ്റർവ്യൂവിൽ കേട്ടൊരു വാചകമാണ്, കുട്ടികളോട് മുതിർന്നവർ ചെയ്യുന്ന ഏറ്റവും വലിയ പാപം കമ്പാരിസൺ ആണ് എന്നുള്ളത്, അവർ താരതമ്യം ചെയ്യുക എന്നുള്ളതാണ് എന്നുള്ളത്. അതിന് അദ്ദേഹം ഒരു ഉദാഹരണം വെച്ച് പറയുന്നുണ്ട്. നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ നമ്മളെ ഭാര്യ പറയുകയാണ് അപ്പുറത്തെ വീട്ടിലെ ചേട്ടനാണ് ഏറ്റവും നല്ലത് എന്ന് പറയുമ്പോൾ നമുക്ക് വേദന എടുക്കില്ലേ? അതുപോലെ തന്നെയാണ് കുട്ടികൾക്കും എന്ന് അദ്ദേഹം നമുക്ക് കുറേ കൂടി മനസ്സിലാവുന്ന ഭാഷയിൽ അദ്ദേഹം പറയുന്നുണ്ട്. നമ്മൾ പലപ്പോഴും നമ്മളെ കുട്ടികളെ അപ്പുറത്തുള്ള കുട്ടികളായിട്ടൊക്കെ കമ്പയർ ചെയ്തിട്ട് നമ്മൾ പറയാറുണ്ടല്ലേ, കുട്ടികൾക്ക് മാർക്കൊക്കെ കുറഞ്ഞ് അപ്പുറത്തെ വീട്ടിലെ കുട്ടിയെ കണ്ടുപിടിക്കും, അപ്പുറത്തെ വീട്ടിലെ കുട്ടി പാട്ട് പാടുമ്പോൾ ഡാൻസ് കളിക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുന്നത് നീ അപ്പുറത്തെ വീട്ടിലെ കുട്ടിയെ കണ്ടുപിടിക്കുക, അങ്ങനെ ചെയ്യുന്നൊക്കെ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓരോ കുട്ടികൾക്കും അവരുടേതായ പൊട്ടൻഷ്യൽ, അവരുടേതായ കഴിവുകളൊക്കെ ഉണ്ട്. നമ്മളത് മനസ്സിലാക്കി കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. അല്ലാതെ കുട്ടികളെ എന്താക്കരുത്, നമ്മൾ കമ്പയർ ചെയ്തുകൊണ്ട് മറ്റു കുട്ടികളുമായി മറ്റു മനുഷ്യരുമായി കമ്പയർ ചെയ്തുകൊണ്ട് ഒരിക്കലും അവരുടെ മനസ്സിനെ, അവരുടെ കഴിവുകളെ നമ്മൾ ഇല്ലാതാക്കരുത് എന്നുള്ളതാണ്. ടി റൂസ്വെൽറ്റ് പറഞ്ഞൊരു വാചകമുണ്ട്, നമ്മുടെ സന്തോഷത്തെ കട്ടെടുക്കുന്ന കള്ളനാണ് കമ്പാരിസൺ, താരതമ്യം ചെയ്യുക എന്നുള്ളത്. നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ സന്തോഷങ്ങളെയാണ് അത് ഇല്ലാതാക്കുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ കുട്ടികളുടെ കാര്യം. നമ്മുടെ കുട്ടികളിലെ നന്മയെ, അവരുടെ പൊട്ടൻഷ്യലിനെ, അവരുടെ കഴിവിനെ കട്ടെടുക്കുന്ന, ഇല്ലാതാക്കുന്ന കള്ളനാണ് കമ്പാരിസൺ, താരതമ്യം ചെയ്യുക എന്നുള്ളത്. അപ്പം താങ്ക് യു സോ മച്ച്. കീപ് സ്മൈലിംഗ് ബൈ ഹാർട്ട്, നോട്ട് ഓൺലി ബൈ ലിപ്സ്.